ഇവിടെ തുക്കോളിയാഴ്ച നമസ്കാരത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അനൗൺസ് ചെയ്തു ഇനി ഒരു ബ്രേക്കാണ് 10 മിനിറ്റ്. അപ്പൊ എല്ലാവർക്കും മൗനമായിട്ട് ധ്യാനിക്കാം. മൗനമായിട്ട് ധ്യാനിക്കാനുള്ള ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ഈ ബ്രേക്ക് കിട്ടാൻ കാത്തിരുന്നത് പോലെ അങ്ങോട്ട് ആളുകൾ പെന്തക്കോസ്ത് പാട്ട് പാടുക. ഇതിനുവേണ്ടി ഓങ്ങി നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, യാക്കോബക്കാരന്റെ തുക്കോളിയാഴ്ച ലിറ്റർജി പോലെ റിച്ച് ആയിട്ടുള്ള ഒരു ഗുഡ് ഫ്രൈഡേ ക്രമം ലോകത്തിൽ ഒരു സഭയ്ക്ക് കൊണ്ടെന്ന് കോപ്റ്റിക്കാർക്കുണ്ട് കേട്ടോ. പക്ഷേ അത്രയും നമ്മുടെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇത്ര മനോഹരമായ ഒരു ലിറ്റർജി, ഇത്ര ഹെവി ആയിട്ടുള്ള ലിറ്റർജി, അത് മുഴുവൻ പാടി തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും പാട്ടും പ്രാർത്ഥന അവിടെ ഉണ്ടായിട്ട് അതുപോലെ പിന്നെ ഇതുകൂടെ അങ്ങോട്ട് തിരികെ ഇവർക്ക് തൃപ്തി. ഇവരെന്തിന് ഇത് പാടുന്നേ? ഇത് പാടാൻ വേണ്ടി വന്ന പോലെയാ. ഇവർ ദുഃഖവെള്ളിയാഴ്ച പള്ളി വരുന്നത് തന്നെ ആ ഗ്യാപ്പിൽ ഇത് തിരികാൻ വേണ്ടിയാ. അതിനുവേണ്ടി വന്ന പോലെ അവരുടെ ജന്മദൗത്യം അതാണെന്ന മട്ടിൽ അലറി അങ്ങോട്ട് പാടുക. നമുക്ക് കാണാൻ പറ്റും അബീഹു നാദാബും അബീരാമും ഒക്കെ സ്ട്രേഞ്ച് ഫയർ കൊണ്ടുവന്നു. സ്ട്രേഞ്ച് ഫയർ, അന്യാഗ്നി കത്തിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ യാഗപീഠത്തിൽ സ്വർഗീയാഗ്നി ജ്വലിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗീയ അഗ്നി കെട്ടുപോയി. അവർ വിളക്ക് വെച്ചു, വിളക്കിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇങ്ങനെ വന്ന് വീണു, ആ വിളക്കങ്ങ് ജ്വലിച്ചു. അത് പിന്നെ കെടാദീപമായിട്ട് സൂക്ഷിക്കണം. അത് അലസത കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ കെട്ടുപോയി. They could not maintain that fire. അതിനിപ്പോ എന്നാ, തീ കെട്ടുപോയി, എന്ത് ചെയ്യണം? തീയല്ലേ, സെയിം അല്ലേ, ആരറിയാനാ? തീ കൊണ്ടു കത്തിച്ചു. തീയല്ലേ. ഒത്തിരി ആളുകളുടെ ചിന്തയാണ്. യാക്കോബായക്കാരന്റെ ലിറ്റർജി അതുപോലെ തന്നെയാണ് പെന്തക്കോസ്തുകാരുടെ പാട്ടെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിപ്പാൻ. അതുപോലെ തന്നെയാണ് ശ്രീയേശു നാമം അതിശയനാമം ഏഴയനിക്കുംബ നാമം. രണ്ടും ക്രിസ്തീയ പാട്ടാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കൈകൊട്ടി മൂപ്പിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന എന്താന്ന് ചോദിച്ചാ, ഇത് ഒന്ന് ഡിവൈൻ ഫയറും മറ്റേത് സ്ട്രേഞ്ച് ഫയറുമാണ്. അപ്പൊ അവരോർത്തു ഇത് തീയല്ലേ, തീ കെട്ടുപോയി, എന്നാ ചെയ്യണം? പെട്ടെന്ന് എടുത്ത് കത്തിക്കടാ. എന്താരറിയാനാ? പണ്ട് മിറ്റം അടിച്ചു പോയപ്പം മരുമകള് വല്യപ്പച്ചൻ മൂത്രം ഒഴിച്ചു വെച്ചൊരു കുപ്പിയുണ്ട്, ഈ ചൂല് കൊണ്ട് അത് മറിഞ്ഞുപോയി. അത് മൂത്രമായിരുന്നു. വല്യപ്പച്ചൻ ആശുപത്രിയിൽ പോകുമ്പോൾ പരിശോധിക്കാൻ കൊടുക്കാൻ വേണ്ടി മൂത്രം ഒഴിച്ചു വെച്ചിരുന്ന മരുമകള് പേടിച്ചു. അന്നത്തെ കാലമല്ലേ. അപ്പോ അപ്പച്ച ഈ കുപ്പി മറിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതി, അപ്പച്ചൻ പിന്നെ മുള്ളിക്കോളും. അപ്പച്ചന്മാരല്ല ഇഷ്ടം പോലെ മുള്ളുമല്ലോ, അപ്പച്ചൻ മുള്ളാമല്ല മുടക്കമുണ്ട്. പക്ഷെ അന്നത്തെ കാല പേടിയാ. അപ്പച്ച ആ കുപ്പി മറിഞ്ഞു പറയാൻ പറ്റുമോ? അപ്പച്ചൻ മൂത്രം ഒഴിച്ചാൽ ചാമ്പച്ചോട്ട് വെച്ചിരുന്ന കുപ്പി എന്റെ ചൂല് കൊണ്ട് മറിഞ്ഞു, ഇതെല്ലാം പറയാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ വെച്ചാൽ പുള്ളിക്കാരത്തെ ആ കുപ്പി എടുത്ത് അങ്ങോട്ട് വെച്ച് മൂത്രം ഒഴിച്ച് അങ്ങോട്ട് വെച്ചു, ആരും അറിഞ്ഞില്ലല്ലോ. പക്ഷെ അപ്പച്ചൻ ആശുപത്രി കൊണ്ട് കുപ്പി എല്ലാം കൊടുത്ത് അവസാനം റിസൾട്ട് വന്നപ്പോ അപ്പച്ചൻ 3 മാസം ഗർഭിണിയാന്ന് റിസൾട്ട് കിട്ടി. അപ്പച്ചൻ ഞെട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാച്ചാ, ഈ നിങ്ങൾ ചിന്തിക്കുക, അന്ന് അവരങ്ങനെ ചിന്തിച്ചാ, ഈ തീ കെട്ടുപോയി, നമുക്ക് തീ വെച്ച് അങ്ങ് കത്തിച്ചേക്കാം. ആരാധന വിശുദ്ധമാണ്. വിശുദ്ധ ആരാധന എന്ന് പറഞ്ഞാൽ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? വിശുദ്ധം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട എന്നാണ് അതിന്റെ അർത്ഥം, ശരിക്കും മലയാളത്തിൽ അർത്ഥം. സെറ്റ് അപ്പാർട്ട്. ഹോളി മീൻസ് സെറ്റ് അപ്പാർട്ട്. ഗോഡ് ഈസ് ഹോളി എന്ന് പറഞ്ഞാൽ ഗോഡ് നമ്മളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. വിശുദ്ധം, ആരാധന വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ അത് മറ്റ് ലിറ്ററേച്ചറിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ലിറ്റർജി. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മറ്റ് ലിറ്ററേച്ചറിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ലിറ്റർജി. ബാക്കി ലിറ്ററേച്ചറുമായിട്ടും ഒക്കെ മിങ്കിൾ. ഇപ്പൊ സിനിമാ പാട്ടിന്റെ ട്യൂണിൽ പെന്തക്കോസ്തുകാർ പാട്ടുണ്ടാക്കി, ദാറ്റ് ഈസ് നോട്ട് ഹോളി. ഇറ്റ് ഈസ് നോട്ട് ഹോളി ആൻഡ് ഇറ്റ് കനോട്ട് ബി ഹോളി ബിക്കോസ് ഇറ്റ് അഡാപ്റ്റഡ് ഫ്രം ഫോക്ക് സോങ്സ് ഓർ ഫിലിം സോങ്സ്. ഹൗ ക്യാൻ ദാറ്റ് ബി ഹോളി? ഹോളിയല്ല, അത് ഫോളിയാണ്, അത് കോപ്പിയാണ് അത് പാടുന്നത്. അപ്പം ആരാധന വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ ലിറ്റർജി ഫോളോ ചെയ്യണം.
ആ ലിറ്റർജി ഫോളോ ചെയ്തിട്ട് അതിനിടയ്ക്ക് പിന്നെ നോൺ ലിറ്റർജിക്കൽ സോങ്, ഇപ്പൊ ഞാൻ ഇവിടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അനൗൺസ് ചെയ്തു ഇനി ഒരു ബ്രേക്കാണ് 10 മിനിറ്റ്. അപ്പൊ എല്ലാവർക്കും മൗനമായിട്ട് ധ്യാനിക്കാം. മൗനമായിട്ട് ധ്യാനിക്കാനുള്ള ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ഈ ബ്രേക്ക് കിട്ടാൻ കാത്തിരുന്നത് പോലെ അങ്ങോട്ട് ആളുകള് പെന്തക്കോസ് പാട്ട് പാടുകയാണ്. ഇതിനുവേണ്ടി ഓങ്ങി നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, യാക്കോബക്കാരന്റെ ദുഃഖവെള്ളിയാഴ്ച ലിറ്റർജി പോലെ റിച്ച് ആയിട്ടുള്ള ഒരു ഗുഡ് ഫ്രൈഡേ ക്രമം ലോകത്തിൽ ഒരു സഭയ്ക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോപ്റ്റിക്കാർക്കുണ്ട് കേട്ടോ, പക്ഷേ അത്രയും നമ്മുടെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇത്ര മനോഹരമായ ഒരു ലിറ്റർജി, ഇത്ര ഹെവി ആയിട്ടുള്ള ലിറ്റർജി, അത് മുഴുവൻ പാടി തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും പാട്ടും പ്രാർത്ഥന അവിടെ ഉണ്ടായിട്ട് അതുപോലെ പിന്നെ ഇതുകൂടെ അങ്ങോട്ട് തിരികെയാലേ ഇവർക്ക് തൃപ്തിയാവുള്ളൂ. ഇവരെന്തിനും ഇത് പാടുന്നേ? ഇത് പാടാൻ വേണ്ടി വന്ന പോലെയാ. ഇവര് ദുഃഖവെള്ളിയാഴ്ച പള്ളി വരുന്നത് തന്നെ ആ ഗ്യാപ്പിൽ ഇത് തിരികാൻ വേണ്ടിയാ. അതിനുവേണ്ടി വന്ന പോലെ അവരുടെ ജന്മദൗത്യം അതാണെന്ന മട്ടിൽ അലറി അങ്ങോട്ട് പാടുകയാണ്. എനിക്കാണെങ്കിൽ 24 കൂട്ടം സദ്യ, 24 കൂട്ടം ഐറ്റം വെച്ച് സദ്യ വിളമ്പിയതിന്റെ ആ കൃത്യം നടുക്കോട്ട് ഒരു സ്പൂൺ തീട്ടം വെച്ചോലെ എനിക്ക് തോന്നി. നീയൊക്കെ എന്തിനാടാ പള്ളി നടത്തുന്നത്? നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോകാൻ മേലെ, നീ പള്ളി നടത്താൻ നടക്കുന്നത്? പിതാക്കന്മാരുടെ പാരമ്പര്യവും വിശുദ്ധ പാടുന്ന മുഴുവൻ ഹെരസീസ് ആണ്. സഭയുടെ സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള വരികളിരുന്ന് പാടുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ചരിത്ര സന്ധിയിൽ നിൽക്കുകയാണ്. ഇത്ര പൂർവികവും ഇത്ര പുരാതനവും ഇത്ര വിശുദ്ധവും ഇത്ര ശ്രേഷ്ഠവുമായ ഒരു വിശ്വാസത്തിന്റെ നാളം ഈ പ്രപഞ്ചത്തിൽ അവസാനമായിട്ട് മുനിഞ്ഞു കത്തുന്നത് മലങ്കരയിലാണ്. മലങ്കരയിലൂടെ അത് കെട്ടാൽ പിന്നെ ഭൂമിയിലില്ല.